ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കറിയാം വാട്സപ്പിൽ ഒരുപാട് അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ പോലെയല്ല, ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ എൻ്റെ ഫോണിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ, അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ആദ്യം തന്നെ ബീറ്റ വേർഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നീടാണ് നമ്മളെക്കൊണ്ട് സാധാരണ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു അപ്ഡേഷൻ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫോണിൽ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. I don't wanna risk it all again, but I don't wanna be on my own. It always goes much better in my head, but the feelings end up wasted. So I'm sorry for breaking down when you said you got. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയതും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയതുമായിട്ടുള്ള ഒരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം സെർച്ച് ബാറിൽ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക. വാട്സപ്പിൽ സെർച്ച് ചെയ്തതിനു ശേഷം വാട്സപ്പിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ എന്നുള്ള സ്ഥലത്ത് അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നതാണ്. ഓൾറെഡി എൻ്റെ വാട്സപ്പിൽ എല്ലാ അപ്ഡേഷൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കിവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ജസ്റ്റ് നമ്മളതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് പ്രൊഫൈൽസ് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് നമ്മളൊരു പ്രൊഫൈൽ സെലക്ട് ചെയ്തു. അതിലിപ്പോൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ അതിന് റിപ്ലൈ കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫോട്ടോസിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ മുകളിലുള്ള ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് അതിനൊരു റിപ്ലൈ കൊടുക്കുന്നത്. എന്തെങ്കിലും ഇമോജി ആണെങ്കിൽ ആ ഇമോജി ഇവിടെ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളതിന് റിപ്ലൈ അയക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സെറ്റിങ്സിലും ഒന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഫോട്ടോ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് താഴെ ഭാഗത്ത് കാണാൻ പറ്റുന്നതാണ്. റൈറ്റ് സൈഡിൽ റിപ്ലൈ എന്ന് കാണാം, ലെഫ്റ്റ് സൈഡിൽ ഇമോജീൻ്റെ ഒരു ഇതും കാണാൻ പറ്റുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിൽ ഇമോജിയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇമോജി സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇമോജി ഇതിന് കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ഇതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ടെക്സ്റ്റായിട്ട് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. Hey there. Subscribe to my channel and also press this bell icon.